അങ്ങനെ നാളെ എൻ്റെ എൽസുമോൻ്റെയും റൂഹി മോളുടെയും ബർത്ത്ഡേ ആണ് ട്ടോ. സ്കാനിങ് കഴിഞ്ഞിട്ട് ട്വിൻസ് ആണല്ലോ എന്ന് ഡോക്ടർ പറഞ്ഞ ആ ദിവസം എനിക്കിപ്പോഴും നല്ലപോലെ ഓർമ്മയുണ്ട്. എനിക്ക് എക്സൈറ്റ്മെൻ്റ് ആണോ ഷോക്കാണോ എന്ന് അറിയാൻ പറ്റാത്തൊരു ഫീലിംഗ് ആയിരുന്നു ആ സമയത്ത്. അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രഗ്നൻസി ആയിരുന്നിട്ട് കൂടെ ഇവരുടെ മുഖം ഒന്ന് കാണാനുള്ള ആ ഒരു ആകാംക്ഷ എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടേന്ന് അറിയുന്നില്ല. കുറച്ച് നാൾ മുന്നേ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എനിക്കൊരു മെസ്സേജ് വന്നിരുന്നു. ഒരു ട്വിൻ ബേബീസ് ഉണ്ടായെന്ന് വിചാരിച്ചിട്ട് വലിയ സംഭവമാക്കി ഇത്ര ഷോ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ പുറമേന്ന് നോക്കുന്നവർക്ക് ഇവർ ജസ്റ്റ് ഒരു ട്വിൻ ബേബീസ് ആയിരിക്കും. പക്ഷേ ഇവരുടെ ന്യൂബോൺ സ്റ്റേജ് മുതൽ ഇവർക്ക് ഈ 1 ഇയർ ആവുന്നത് വരെ നമ്മൾ ഗോ ത്രൂ ചെയ്തിട്ടുള്ള കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ട്. ആ സാക്രിഫൈസസ് ഫുള്ള് ഇവരുടെ ഹെൽത്ത് ആണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. മക്കളുടെ ന്യൂബോൺ സ്റ്റേജിൽ ഉറക്കക്കുറവും എൻ്റെ ഹെൽത്ത് ഓക്കെ അല്ലാത്തതും കാരണം എനിക്ക് വേണ്ട പോലെ എൻജോയ് ചെയ്യാൻ പറ്റാത്തത് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല സങ്കടം ഉണ്ടാക്കുന്നുണ്ട് ട്ടോ. അവരുടെ ഓരോ മെമ്മറീസിൽ കൂടെ ഇങ്ങനെ ഗോ ത്രൂ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കണ്ണ് നിറയാണ്. പക്ഷെ എല്ലാ സങ്കടങ്ങളെയും മെൽറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഈ ഒരു ചിറിയും കളിയും മതി കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ 3 മക്കൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം. എൻ്റെ മക്കളെ ബർത്ത്ഡേ വിഷ് കൂടെ ചെയ്തേക്കണേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.